നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സി ഇല്ലാതെ അർജന്റീനയ്ക്ക് കളിക്കേണ്ടി വരുന്നു. ഇൻ്റർനാഷണൽ ബ്രേക്കിലെ 2 മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ ആദ്യം മെസ്സിയെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നെ പരിക്കിൻ്റെ പ്രശ്നം കൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. എങ്ങനെ മെസ്സിക്ക് പകരം ആരെ മുന്നേറ്റ നിരയിൽ ഇറക്കും? എന്താണ് സ്കലോനിയുടെ പ്ലാൻ? നമ്മൾ TYC സ്പോർട്സിൻ്റെ വിശകലനം ഒന്ന് പരിശോധിക്കുകയാണ്. അർജന്റീൻ മാധ്യമമായിട്ടുള്ള TYC സ്പോർട്സ് ഇതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്കറിയാം, മെസ്സി ഇല്ലാതെ അർജന്റീന സമീപകാലത്ത് ഈ കളിക്കുന്ന ആദ്യമായിട്ടൊന്നുമല്ല. സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിനിടയ്ക്ക് അദ്ദേഹത്തിന് ഇതുപോലെ പരിക്ക് പറ്റി. ഇപ്പോൾ നമുക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ കാണാൻ പറ്റുന്ന കാര്യം, കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ട് മെസ്സിക്ക് പരിക്കിൻ്റെ തുടർക്കഥയാണ്. ഒരു കളി കളിക്കും പരിക്ക് പറ്റും, അല്ലെങ്കിൽ അടുത്ത കളിയിൽ പകുതി കളിക്കും പരിക്ക് പറ്റും, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ആ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത്, കഴിഞ്ഞ വർഷത്തെ ഇൻ്റർനാഷണൽ ബ്രേക്ക് അവസാന സമയത്ത് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ബ്രേക്കിൻ്റെ സമയത്ത് പരിക്ക് പറ്റി അദ്ദേഹത്തിന് കളികൾ മിസ്സായിരുന്നു. ബൊളീവിയക്കെതിരെ അദ്ദേഹം കളിച്ചില്ല, ലാപ്പാസിലെ മത്സരം. പരാഗ്വയ്ക്കെതിരെ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ നിന്നാണ് കളിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഓൾറെഡി മെസ്സി ഇല്ലാതെ സമീപകാലത്ത് അവർ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പം സ്കലോനി ലൗട്രോ മാർട്ടീനസിനെയും നിക്കോളാസ് ഗോൺസാലസിനെയും മുന്നേറ്റത്തിൽ ഒരുമിച്ച് കളിപ്പിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. അപ്പം ഒരു ആൾ കൂടി ബാക്കിയുണ്ടാകും മുന്നേറ്റ നിരയിൽ. അവിടെ ഹൂലിയൻ ആൽവാരസ് ഓർ ആംഗേൽ ഡി മരിയ റൈറ്റ് വിങ് പൊസിഷനിലാണ് അത് ഉദ്ദേശിക്കുന്നത്. ഹൂലിയൻ ആൽവാരസിനെയോ ആംഗേൽ ഡി മരിയയോ കളിപ്പിക്കണം. ആ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല എന്നുകൂടി TYC സ്പോർട്സ് പറയുന്നു. ചുരുക്കത്തിൽ ഇതിനു മുമ്പ് ബൊളീവിയക്കെതിരെയുള്ള മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരമായ ഹൂലിയൻ ആൽവാരസ് ആണ് കളിച്ചിരുന്നത്. അതേസമയം അന്ന് ലൗട്രോ മാർട്ടീനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഡി മരിയ ആൽവറസ് അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിക്കോളാസ് ഗോൺസാലസിനൊപ്പം. അപ്പം ഈ ട്രയോസ് ഒക്കെ അദ്ദേഹം മാറി മാറി പരീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലൗട്രോ മിന്നുന്ന ഫോമിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ ഇരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ലൗട്രോയും നിക്കോളാസ് ഗോൺസാലസും ഇറങ്ങും. അവരോടൊപ്പം ആരിറങ്ങും? ആംഗേൽ ഡി മരിയ ഓർ ഹൂലിയൻ ആൽവാരസ്. ആ കാര്യത്തിൽ ഒരു തീരുമാനം അധികം വൈകാതെ സ്കലോനി എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വരുന്ന ദിവസങ്ങളിൽ ക്യാമ്പിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിലൊരു വ്യക്തത വരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.